ഹലോ ഡിയേഴ്സ്, എന്താണ് ഇപ്പോൾ ടാരോയ്ക്ക് നിങ്ങളോട് പറയാനുള്ളത് നോക്കാം. എല്ലാവർക്കും ഇന്നത്തെ റീഡിങ്ങിലേക്ക് സ്വാഗതം. ഓക്കെ, ബി പോസിറ്റീവ് കാർഡുകൾ ഷഫിൾ ചെയ്യുകയാണ്. ബി പോസിറ്റീവ് എന്താണ് ഇപ്പോൾ നിങ്ങൾ അറിയേണ്ടതെന്ന് നോക്കാം. ടാരോയ്ക്ക് എന്താണ് ഇപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് നോക്കാം. ഓക്കെ, എല്ലാവരും സുഖമായിരിക്കുന്നു. ആദ്യം തന്നെ പറയാം, ഇത് ടൈംലെസ് റീഡിംഗ് ആണ്, ജെൻഡർലെസ് ആണ്. ആരുടെയും പേഴ്സണൽ റീഡിംഗ് അല്ല, ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ചെയ്യുന്നവർ മാത്രം എടുക്കുക. ഓക്കെ, എന്താണ് കാർഡുകൾ നോക്കാം. ഫസ്റ്റിന് വന്നിരിക്കുന്നത് 7 ഓഫ് കപ്സ് ആണ്. ഓക്കെ, ഇവിടെ നിങ്ങളിലേക്ക് ഇന്ന് പല തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് വരുന്നു. ഓക്കെ, ഒരുപാട് ചോയ്സസ് നിങ്ങളിലേക്ക് വരുന്നു. ചിലർക്കൊക്കെ എന്താണ് തീരുമാനിക്കേണ്ടതെന്ന് മനസ്സിലാവാത്ത വിധം ഓപ്പർച്യൂണിറ്റീസ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ നിങ്ങൾ പല കാര്യങ്ങൾക്കായിട്ട് ഇന്ന് സെർച്ച് ചെയ്യുന്നു. അതുപോലെ ദിവാസ്വപ്നങ്ങളൊക്കെ കണ്ട് നടക്കുകയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, എന്താണ് പല തരത്തിലുള്ള ഇവിടെ ഇപ്പം വീട്, സ്വർണം, ധനം, സക്സസ് ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ വീടൊക്കെ അന്വേഷിച്ച് പോകാനുള്ള ചാൻസസ് ഉണ്ട്. വീട് നോക്കുന്നവരുണ്ടാവാം. വീടിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ സെറ്റ് ചെയ്യുന്നുണ്ടാവാം. അതായത് പുതിയതായിട്ട് നിങ്ങൾ വീട്ടിലേക്ക് എന്താ പറയുക, സാധനങ്ങൾ വാങ്ങാനായിട്ട്, അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ വീട്ടിലേക്ക് വാങ്ങാനായിട്ട്, ഇങ്ങനെ പല മൾട്ടിപ്പിളായിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് പർച്ചേസ് ചെയ്യുന്നതായിട്ടും അതുപോലെ തന്നെ മൾട്ടിപ്പിളായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, കിങ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ് ഇവിടെ നിങ്ങളിലേക്ക് ഫിനാൻഷ്യലായിട്ടുള്ള അബണ്ടൻസ് വരുന്നു എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ ലീഡർഷിപ്പ് ഒക്കെ ഏറ്റെടുക്കുന്നു. പല കാര്യങ്ങളിലും നിങ്ങൾ മറ്റുള്ളവരെ കൂടി മുന്നോട്ടേക്ക് നയിച്ചുകൊണ്ട് നിങ്ങളുടേതായിട്ടുള്ള ഒരു ഡിസിപ്ലിൻ കീപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവരെ കൂടി മുന്നോട്ടേക്ക് നയിക്കുന്നു. അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. നിങ്ങൾ സക്സസ്ഫുള്ളായിട്ട് ഫിനാൻഷ്യലി നിങ്ങളിലേക്ക് ഒരു സ്റ്റെബിലിറ്റി വരുന്നു എന്നാണ് പറയുന്നത്. ധനം നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് പറയുന്നത്. 88 പോർട്ടലൊക്കെ ഇന്നലെ ചെയ്തവരുണ്ടാവാം. ഓക്കെ, അവരിലേക്കൊക്കെ ഒരു അബണ്ടൻസ് വരികയാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത എന്താണെന്ന് നോക്കാം. പേജ് ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾ പുതിയ ഐഡിയാസൊക്കെ നിങ്ങളിലേക്ക് വരുന്നുണ്ടാവും. ഓക്കെ, നിങ്ങൾ വേണ്ട എന്ന് മുന്നേ തീരുമാനിച്ചിരുന്ന ഐഡിയാസൊക്കെ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളിന്ന് പുതിയ കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നതായിരിക്കാം. മുമ്പ് നിങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടാവാം, അത് വേണ്ട എന്ന് വെച്ചിട്ടുണ്ടാവാം. പക്ഷേ ഇപ്പോൾ നിങ്ങൾ അതിലേക്ക് ഫോക്കസ് ചെയ്യുന്നു. പുതിയ ഐഡിയാസ് അല്ലെങ്കിൽ പുതിയ കോഴ്സ്, പുതിയൊരു എനർജിയാണ്. അത് വളരെ ചൈൽഡിഷ് ആയിട്ടുള്ള ഒരു എനർജിയാണ്. അതുപോലെ തന്നെ മറ്റുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറുന്നതായിട്ടും കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു റെസ്റ്റ്ലെസ് ഒക്കെ, ഒരു കുട്ടിത്തപരമായിട്ടുള്ള പെരുമാറ്റവും നിങ്ങളിലേക്ക് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്ത് കാര്യം തീരുമാനിക്കുമ്പോഴും കുറച്ചൊന്ന് ചിന്തിച്ചതിന് ശേഷം മാത്രം തീരുമാനിക്കുക. അപക്വമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക. ഓക്കെ, നിങ്ങൾ കറക്റ്റ് വേയിലാണോ ചിന്തിക്കുന്നത് എന്ന് ആലോചിച്ചുകൊണ്ട് മാത്രം പ്രവർത്തിക്കുക. ഓക്കെ, അടുത്തെന്താണെന്ന് നോക്കാം. നിങ്ങളിവിടെ പല കാര്യങ്ങളും മാറ്റിവെച്ചത് നിങ്ങൾക്കിപ്പോൾ അനുകൂലമല്ലാത്ത സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം നിങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ടാവുക പല കാര്യങ്ങളും. അത് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതും ആണ്. ഓക്കെ, ഇവിടെ ഫൂൾ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതായത് പറഞ്ഞു, പുതിയൊരു ഐഡിയ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയൊരു തുടക്കം തന്നെയാണ് നിങ്ങളിലേക്ക് വരുന്നത്. അതായത് ഒന്നിനെക്കുറിച്ചും കെയർ ചെയ്യാതെ നിങ്ങൾ മുന്നോട്ടേക്ക് പുതിയൊരു അവസരത്തിലേക്ക് നിങ്ങൾ നീങ്ങുന്നു. നിങ്ങളിലേക്ക് ഒരു പുതിയൊരു തുടക്കം വരുന്നു. ഈ ഒരു വ്യക്തി വളരെയധികം റിസ്ക് പിടിച്ച ഒരു കാര്യമാണ് ഏറ്റെടുക്കുന്നതെങ്കിലും അതൊന്നും കെയർ ചെയ്യുന്നില്ല. അദ്ദേഹം ഒരു പഴയ കാര്യം, ഒരുപാട് പ്രശ്നങ്ങൾ മുമ്പ് ഉണ്ടായിരുന്നിട്ടുണ്ടാവാം, അതൊക്കെ ഉപേക്ഷിച്ച് അതിൽ നിന്നൊക്കെ മാറി പുതിയ കാര്യങ്ങളിലേക്ക് അദ്ദേഹം മുന്നോട്ടേക്ക് നീങ്ങുന്നു. വളരെയധികം എനർജറ്റിക് ആയിട്ട് മുന്നോട്ടേക്ക് പോകുന്നു. ഞാൻ എൻ്റെ മുന്നിലുള്ള തടസ്സങ്ങളെ ഒന്നും ഞാൻ
പരിഗണിക്കുന്നില്ല, ഞാൻ മുന്നോട്ടേക്ക് പോവുകയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ ജീവിതത്തിൽ മുന്നോട്ടേക്ക് നീങ്ങണം എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് അദ്ദേഹം മുന്നോട്ടേക്ക് എന്തും വന്നോട്ടെ ഞാൻ അതിനെ ഫേസ് ചെയ്യാൻ തയ്യാറാണ് എന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത്. പക്ഷെ അദ്ദേഹത്തിന് യൂണിവേഴ്സിൻ്റെ എല്ലാ സപ്പോർട്ടും ഉണ്ട്. കാരണം പല പ്രശ്നങ്ങളെയും മനസ്സിലാക്കി പല തിരിച്ചടികളും നേരിട്ടിട്ടാണ് അദ്ദേഹം പുതിയ പാഠങ്ങൾ പഠിച്ച് മുന്നോട്ടേക്ക് പോകാൻ തയ്യാറാവുന്നത്. ഓക്കെ, ഇത് അഡ്വഞ്ചറസ് ആയിട്ടുള്ള ജേർണിയാണ്. പലരും ഇന്ന് അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. പുതിയൊരു അവസരം വരാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് വരുന്ന സാധ്യതകളാണ് ഇന്ന് കാണുന്നത്. ഓക്കെ, അതിൽ നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, അടുത്തത് എന്താണ്? ഓക്കെ, ഇവിടെ പേജ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അതായത് നിങ്ങളിലേക്ക് ഇന്നൊരു ഓഫറൊക്കെ ക്രിയേറ്റീവ് ആയിട്ടുള്ള അവസരങ്ങളൊക്കെ നിങ്ങളിലേക്ക് വരുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് നിങ്ങൾ മുമ്പ് ചോദിച്ചിട്ടുള്ളതായിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കുന്നു. ഒരു ക്രിയേറ്റീവ് ഐഡിയ ഒക്കെ നിങ്ങൾക്ക് വരുന്നുണ്ട്. നിങ്ങളിലേക്ക് ഒരു ഓഫറൊക്കെ വരുന്നുണ്ട്, ജോബ് ഓഫറൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ എന്തോ ഒരു ഗിഫ്റ്റ് ലഭിക്കാനും ഇന്ന് ചാൻസ് ഉണ്ട്. ഒരു സർപ്രൈസിങ് ആയിട്ടുള്ള എന്തോ ഒരു കാര്യം നിങ്ങളിലേക്ക് ഇന്ന് എത്തുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു പുതിയൊരു ലവ് റിലേഷനൊക്കെ ഒക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവരിലേക്ക് ഒരു പുതിയൊരു ഓഫർ അല്ലെങ്കിൽ പുതിയൊരു പ്രപ്പോസൽ അല്ലെങ്കിൽ പ്രപ്പോസൽ നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് പറയുന്നത്. അതായത് മാരേജിൻ്റെ ഒരു ഓഫർ അല്ലെങ്കിൽ പുതിയൊരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നു എന്നതുമാവാം. ഓക്കെ, ക്രിയേറ്റീവ് ആയിട്ടുള്ള പല ഐഡിയാസും നിങ്ങളിലേക്ക് വരുന്നുണ്ടാവാം. ഓക്കെ, എന്താണെന്ന് കമൻറ്റ് ചെയ്യുക, എന്താണ് നിങ്ങൾക്കിന്ന് ലഭിച്ചതെന്ന്. ഓക്കെ ഓക്കെ അടുത്തതായിട്ട് ഡബിൾ എനർജിയാണ്. ഡബിളാണ്, 1 മിനിറ്റ്. ഓക്കെ, നിങ്ങളിലേക്ക് എന്തോ ഒരു നെഗറ്റിവിറ്റി കടന്നു വരുന്നുണ്ട്. നിങ്ങളുടെ ചിന്തകളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ മാറ്റേണ്ടതായിട്ടുള്ള എന്തെങ്കിലും പ്രവൃത്തികളായിരിക്കാം നിങ്ങളിലേക്ക്. അതിൻ്റെ അല്ലെങ്കിൽ നിങ്ങൾ ചിലവരൊക്കെ ഫോൺ വെറുതെ റീൽസ് കണ്ടിരിക്കുന്ന സമയം കളയുന്ന വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള കൂട്ടുകെട്ടുകളിലൂടെ നടക്കുന്നവരായിരിക്കാം. ആ ഒരു എനർജിയൊക്കെ മാറ്റേണ്ടതായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഒരു നെഗറ്റിവിറ്റി നിങ്ങളിലുണ്ട്, അത് മാറ്റേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ അതായത് മോശപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ഇന്ന് പോയി പെട്ടേക്കാം. അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ഇതിലേക്ക് നിങ്ങൾക്ക് ഒരു നെഗറ്റീവ് ഇമേജ് നിങ്ങൾക്കിന്ന് വന്നേക്കാം. അതുകൊണ്ട് അതിനെ ഒന്ന് ശ്രദ്ധിക്കാൻ ഇവിടെ പറയുന്നു. ഓക്കെ, അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇന്നൊന്ന് കെയർഫുള്ളായിട്ടിരിക്കുക. ഓക്കെ, നിങ്ങളുടെ എന്തെങ്കിലും അനാവശ്യമായിട്ടുള്ള ആസക്തികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനൊന്ന് കെയർഫുള്ളായിരിക്കാനും ഇവിടെ പറയുന്നുണ്ട്. നിങ്ങളിലേക്ക് ഇന്ന് ഡിവൈനായിട്ടുള്ള ഒരു ഓഫർ വരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ അത് മനസ്സിലാക്കുന്നില്ല. നിങ്ങളിലേക്ക് ഡിവൈനായിട്ടുള്ള ഓഫറാണ്. പലതും നിങ്ങൾ വേണ്ട എന്ന് വെച്ചിട്ട് മുൻപ് കളഞ്ഞിട്ടുള്ള അവസരങ്ങളായിരിക്കാം. അതിനെ ഒന്ന് വ്യക്തമായിട്ട് നോക്കിക്കാണുക. എന്നിട്ട് അത് വേണ്ടതാണെങ്കിൽ നിങ്ങൾ സ്വീകരിക്കുക. നിങ്ങൾക്ക് അതുമൊത്ത് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നതാണെങ്കിൽ നിങ്ങൾ ആ ഓഫർ സ്വീകരിക്കണം. ഓക്കെ, പലപ്പോഴും നമ്മളുടെ ഇതായിട്ടുള്ള ചിന്തകളുടെ പ്രശ്നങ്ങൾ കൊണ്ട് നമ്മൾ പല കാര്യങ്ങളും മുൻപുള്ള അനുഭവങ്ങൾ കൊണ്ടും പല കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കാതെ നമ്മളിലേക്ക് വരുന്ന ഓഫറുകൾ കാണാതെ ഇരിക്കാറുണ്ട്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്, അതിൽ നിങ്ങൾ അതിനെ മനസ്സിലാക്കിക്കൊണ്ട്, അവസരത്തെ മനസ്സിലാക്കിക്കൊണ്ട് എനിക്കത് നല്ലതാണെങ്കിൽ മാത്രം ചൂസ് ചെയ്യുക. അതിന് മെഡിറ്റേറ്റ് ചെയ്യുക, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ കേൾക്കുക. അതിനുശേഷം മാത്രം നിങ്ങൾ ചൂസ് ചെയ്യുക. നിങ്ങളിലേക്ക് വരുന്ന ഓഫർ നിങ്ങൾക്ക് നല്ലതാണോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അടുത്ത 3 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതായത് നിങ്ങൾക്കിന്ന് ഒരു ടീം വർക്കൊക്കെ വരുന്നുണ്ട്. ഒരു ടീമായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു സാധ്യത. ചിലർക്കൊക്കെ അപ്രൻറ്റീസ്ഷിപ്പ് ആയിരിക്കാം. അതുപോലെ നിങ്ങളിലേക്ക് പുതിയ ഐഡിയാസ് വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കാം. കൂട്ടായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇന്ന് ഇവിടെ കാണുന്നത്. അതുപോലെ നിങ്ങൾ എന്തെങ്കിലും ബിസിനസ്സൊക്കെ തുടങ്ങുന്നതാണെങ്കിൽ ഒരാളോട് കൂടിയാലോചനകൾ നടത്തുന്നതും ആയിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കോഴ്സ് നിങ്ങളെടുത്ത് അതിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കാം. നിങ്ങളൊരു മെൻറ്ററിൻ്റെ അടുത്ത് പോയിരുന്നിട്ട് നിങ്ങൾ കാര്യങ്ങൾ സംസാരിക്കുന്നതും ആയിരിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഇന്ന് വരുന്നുണ്ട്. അതായത് കൂട്ടായിട്ടുള്ള ഒരു പ്രവർത്തനം, ഒരു കമ്മ്യൂണിറ്റിയുള്ള പ്രവർത്തനം
ഇവിടെ കാണുന്നു. ഒരു ടീം വർക്കൊക്കെ നിങ്ങളിലേക്ക് വരുന്നു, അപ്രന്റീസ്ഷിപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് വരുന്നത്. ഒരു ബോസിൻ്റെ കീഴിൽ നിങ്ങൾ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, ഇവിടെ ബോട്ടം ഡെക്ക് വന്നിരിക്കുന്നത് 6 ഓഫ് കപ്സ് ആണ് കാണാല്ലേ. അപ്പോൾ ഇവിടെ നിങ്ങളിലേക്ക് ഇന്ന് ഒരു ബാല്യകാല സുഹൃത്ത് അല്ലെങ്കിൽ ഒരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ള മൊമെൻ്റ് ഇന്ന് വരാൻ സാധ്യതയുണ്ട്. അതായത് മുമ്പ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരായിരിക്കാം, അവർ നിങ്ങൾ തിരിച്ചു വരുന്നു, നിങ്ങളുടെ കൂടെ അടുത്തിരുന്ന് സംസാരിക്കുന്നതായിട്ടും പഴയ നിമിഷങ്ങൾ നിങ്ങൾ ആലോചിക്കുന്നതായിട്ടും പഴയ കാര്യങ്ങളിലൊക്കെ ഒരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു ഫീലിംഗ് നിങ്ങളിലേക്ക് ഇന്ന് വരുന്നതായിട്ടും ഹാപ്പി മെമ്മറീസൊക്കെ ഷെയർ ചെയ്യുന്നതായിട്ടൊക്കെ ഇവിടെ കാണുന്നു. അതായത് വളരെയധികം നിഷ്കളങ്കമായിട്ട് നിങ്ങളുടെ ചൈൽഡ്ഹുഡിലെ കാര്യങ്ങളൊക്കെ ഇന്ന് ആലോചിക്കുന്നതായിട്ടും അല്ലെങ്കിൽ ആ ഒരു സമയത്തുള്ള ആരെങ്കിലുമായിട്ട് ഇന്ന് മീറ്റ് ചെയ്യാനോ സംസാരിക്കാനോ അല്ലെങ്കിൽ ഒരു മെസ്സേജ് ലഭിക്കാനോ അങ്ങനെ എന്തോ ഒരു ഓഫറായിട്ട് വരുന്നത്, ഒരു ഗിഫ്റ്റ്, ഇവിടെയും ഒരു ഗിഫ്റ്റാണ് നിങ്ങളിലേക്ക് വരുന്നത്. ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് ലഭിക്കാനും ഉള്ള ചാൻസ്, ഗിഫ്റ്റുമായിട്ട് ആരോ വരുന്നതോ അല്ലെങ്കിൽ ആരോ ഗിഫ്റ്റ് നിങ്ങൾക്ക് നൽകുന്നതോ അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് സന്തോഷം തരുന്ന എന്തോ ഒരു കാര്യം നിങ്ങളിലേക്ക് ഇന്ന് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഇന്നത്തെ എനർജി. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് ബിവെയർ ആയിരിക്കേണ്ട കാര്യം, എന്തോ ഒരു നെഗറ്റീവ് കാര്യം നിങ്ങളിലേക്ക്, ഒരു നെഗറ്റീവ് ഇൻഫ്ലുവൻസ് നിങ്ങളിലേക്ക് വരാനുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നിങ്ങളിലേക്ക് വരുന്ന ഓഫറുകളാണ് ഇവിടെ കാണുന്നത്. ഓഫറുകൾ ഇവിടെ കാണുന്നുണ്ട്. അത് വ്യക്തമായിട്ട് ചിന്തിച്ചുകൊണ്ട് എടുക്കുക. നിങ്ങൾക്ക് നല്ലതാണെങ്കിൽ മാത്രം നിങ്ങളത് പ്രൊസീഡ് ചെയ്യുക, അല്ലാത്തവയെ അതിന് നിങ്ങളുടെ മനക്കരുത്താണ് നേടേണ്ടത്. ഏഞ്ചൽസിന് എന്താണെന്ന് നമ്മളോട് പറയാനുള്ളത് നോക്കാം. ഓക്കെ, ഏഞ്ചൽസ് എന്താണ് ഇന്ന് വ്യൂവേഴ്സിനുള്ള മെസ്സേജ്? ഏഞ്ചൽസ് എന്താണ് ഇന്ന് വ്യൂവേഴ്സിനുള്ള മെസ്സേജ്? ഏഞ്ചൽസ് എന്താണ് പറയുന്നത് നോക്കാം. കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി എന്നാണ്. ഓക്കെ, ഇവിടെയും കമ്മ്യൂണിക്കേഷൻ, മറ്റുള്ളവരുമായിട്ട് കൂടിയിരുന്നുകൊണ്ട് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് നിങ്ങൾ എന്ത് കാര്യം പറയുമ്പോഴും വളരെയധികം ശ്രദ്ധിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതായത് നിങ്ങളിലേക്ക് പഴയകാല പ്രശ്നങ്ങളിൽ നിന്നൊക്കെ കോംപ്രമൈസ് ചെയ്യാൻ ആൾക്കാർ വരുന്നുണ്ടാവാം. അവരോടായാലും ആരോടായാലും ഇന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വളരെയധികം വ്യക്തമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറയുന്നു. ചൂസ് എ ന്യൂ ഡയറക്ഷൻ എന്ന് പറയുന്നുണ്ട്. അതായത് നിങ്ങൾ പുതിയൊരു ഡയറക്ഷൻ, അതായത് ഇതുവരെ നിങ്ങൾ കണ്ടിരുന്ന കാര്യങ്ങളിൽ നിന്നും കാര്യങ്ങളെ വ്യത്യസ്തമായിട്ട് കാണാനും ഒരു ഡയറക്ഷനിൽ വ്യത്യസ്തത കൊണ്ടുവരാനും നിങ്ങളോട് പറയുന്നുണ്ട്. ഓക്കെ, കാര്യങ്ങളൊക്കെ ചൂസ് ചെയ്യുമ്പോൾ ഒരു പുതിയൊരു ഡയറക്ഷനിൽ ചിന്തിക്കുക. ഇതെനിക്ക് നല്ലതാണോ? ഇത്രയും കാലം എന്തായിരുന്നു എന്നിലേക്ക് വന്നത്? അതുപോലെ തന്നെയാണോ? അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള എന്താണ് ഞാൻ കാണേണ്ടത് എൻ്റെ വളർച്ചയ്ക്ക് എന്ന് ആലോചിച്ചുകൊണ്ട് ചെയ്യാനാണ് പറയുന്നത്. അതുപോലെ എന്തെങ്കിലും കാര്യം നിങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. ഓക്കെ, ഒന്ന് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്തിട്ട് ഇപ്പോൾ സമയം അനുകൂലമല്ലാത്തതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട് ഏഞ്ചൽസ്. ഓക്കെ, അടുത്തതായിട്ട് എന്താണെന്ന് പറഞ്ഞ് നോക്കാം. എന്തിനാണ് വെയിറ്റ് ചെയ്യേണ്ടത്? ഓക്കെ, ഇവിടെ ഞാൻ പറഞ്ഞൊരു അവസരം വരുന്നുണ്ട്. അപ്പോൾ അതിനെ കറക്റ്റായിട്ട് നിങ്ങൾ ആലോചിച്ചുകൊണ്ട് ചെയ്യാനാണ് പറയുന്നത്. അതായത് ഇപ്പോഴൊന്ന് വെയിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട് നിങ്ങളോട്. അതുപോലെ തന്നെ ലെറ്റ് ഗോ ചെയ്യാനും പറയുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് വേണ്ടാത്തതായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ നിങ്ങളത് എന്ത് ചെയ്യുക, ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾക്ക് അത് വേണ്ട കാര്യമാണെങ്കിൽ നിങ്ങളിലേക്ക് തന്നെ അത് തിരിച്ചു വരും. അല്ലാത്തതാണെങ്കിൽ നിങ്ങളെ വിട്ടുപോകും. ഓക്കെ, നിങ്ങൾക്ക് വേണ്ട ബന്ധങ്ങളാണെങ്കിൽ റിലേഷനോ എന്ത് കാര്യങ്ങളായാലും നിങ്ങൾക്ക് വേണ്ടാത്തതാണെങ്കിൽ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുമ്പോൾ അത് നിങ്ങളെ വിട്ടുപോവുകയും നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരേണ്ട കാര്യമാണെങ്കിൽ അത് തിരിച്ചു വരും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് ഇന്നത്തെ റീഡിംഗ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി കാണാം. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.